എന്താണ് വാ കേറാ ഇരിക്ക്. എന്താ പൊതിയൊക്കെ ആയിട്ട്? ഇതൊന്നുമില്ല, നമ്മുടെ ജെസിയുടെ ഇളയപ്പന്റെ മോനെ അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ വീട് വരെ ഒന്ന് വന്ന് അപ്പൊ 2 കേക്കാവും കൊണ്ടെന്നാണ്. അവിടെയാണെങ്കിൽ തിന്നാൻ പിള്ളേരും ഇല്ല, ഞങ്ങള് 2 പേരല്ലേ ഉള്ളു. അപ്പൊ ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് താന്ന് ജെസി പറഞ്ഞു. അല്ല കേക്ക് എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച പെരുന്നാൾ ഒരുമിച്ച് വന്ന മാതിരിക്കാ ഓൾക്ക്. ഇജ്ജെന്നെ കൊടുത്തോ റസിയാ? റസിക്കുട്ടിയേ ഇവിടെ വാ, ജോസുട്ടി വന്നേക്ക്. അവക്കറിയാ റസിയാക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഇതെന്തോ അറബികളൊക്കെ തിന്നണ സാധനമാണ്. കേക്കിന് അങ്ങനെയൊന്നും ഇല്ല, ഉടുമ്പോളും തിന്നും. എന്നാ ഇതൊരു കേക്കാണ്, ജെസി തന്നിട്ടാണ്. എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്ത റസിയുടെ മുഖത്ത് ഒരു വൈക്ലഭ്യം പോലെ. ഒന്നും പറയണ്ട, ഇന്നലെ ഒരു കറണ്ട് ബില്ല് വന്നു ഇവിടെ. അവര് 1.5 ബില്ലായിരുന്നു. അപ്പൊ അതിന്റെ 1-2 കാര്യം പറഞ്ഞിരിക്കായിരുന്നു ഞങ്ങള്. അല്ല അപ്പൊ ആ ബില്ല് വന്നപ്പോ പോയത് അവളുടെ മുഖത്തെ കറണ്ടേ. അത് ശരി, ഇത്തവണ എല്ലാവർക്കും വലിയ ബില്ലാവുന്നതാണ്. എനിക്ക് സാധാരണ 750 രൂപയാണ് വരാറ് മാസം, ഇത്തവണ 2300 രൂപ. അപ്പൊ ഞാൻ നമ്മുടെ KSEBിലെ ജയൻ സാറില്ലേ, ജയൻ സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ എനിക്ക് 750 രൂപ വന്ന് ഇത്തവണ 2300 രൂപ എന്താ വന്നേന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറയുന്നത് നമ്മൾ ഈ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഡിപ്പോസിറ്റ് അവർ മേടിച്ചിട്ടുണ്ടാവും. അത് കുറയുമ്പോ ആ ഡിപ്പോസിറ്റ് കറക്റ്റ് ആക്കാൻ ആ പൈസയും കൂടി ഈ ബില്ലിൽ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ കൊല്ലം. എല്ലാവർക്കും വന്നേക്കണ മുട്ടൻ ബില്ലാണ്, അപ്പൊ അത് നമ്മൾ അടച്ചേ പറ്റുള്ളൂ. എന്റെ കടയിലും ബില്ല് കൂടിയിട്ടുണ്ട്. ഇത്തവണ അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്, അത് അടക്കണം നമ്മള്. ഇല്ല, ഈ മാസം മാത്രമേ ഉള്ളൂ, പിന്നെ കറക്റ്റ് നമ്മൾ ഉപയോഗിക്കണ അനുസരിച്ച് വരുള്ളൂ. മതി, എല്ലാ മാസം കൊടുക്കണ്ട. വേണ്ട വേണ്ട. അല്ല അല്ലെങ്കിലും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഈ കറണ്ടിന്റെ ആനുപാതിക കണക്കനുസരിച്ചിട്ടേ ഒരു 2000 ഉറുപ്പ്യ ഇപ്പൊ വാസുട്ടി വന്നിട്ടുണ്ട്. എന്തിനാ പരീക്ക അവനോട് കറണ്ട് കാശൊക്കെ വാങ്ങുന്നത്? അല്ല അതെ. പിന്നെ അതിന്ന് പകുതി വാസുട്ടിയുടെ വീട്ടിലേക്കും കൊടുത്തേരട്ടാ. പിള്ളേര് കഴിക്കട്ടെ. അതന്നെ ശരിയെന്നാ. പകുതിയായിട്ട് കൊടുക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കേ ഈ കേക്ക് നമ്മൾ 8 പേരാണല്ലോ, അത് 8ആയിട്ട് ഭാഗിക്കാം. എന്നിട്ട് ആനുപാതിക കണക്കനുസരിച്ചിട്ട് ഒരു 5 ഭാഗം അവർക്കും കൊടുക്കാം, 3 ഭാഗം നമുക്ക് കൊടുക്കാം. അല്ല ഇജ്ജന്ന് പറഞ്ഞ റേഷ്യൂ കണക്കനുസരിച്ചിട്ട് എന്തേ? അല്ല കേക്കിനും കറണ്ടിനും കണക്കിനും വ്യത്യാസമില്ലല്ലോ, പറ്റില്ലേ? റേഷ്യൂ ചിരിയുടെ തരികിട മേളം